Good afternoon to one and all present here, respected teachers and my friends. Today we have gathered here to learn and know more from our alumni, Mr. Akhil Saji, on the topic Study in Abroad. So without any further ado, let's begin the program with a prayer song. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും ആഴിലാലും ബഹിരരായോരെ സേവിപ്പാൻ ശക്തി നൽകണം സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബികളാവും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ധീതമാക്കണം സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും ഏകണേ ഞങ്ങൾക്കെപ്പോഴും ഏകണേ ഞങ്ങൾക്കെപ്പോഴും. Now I call upon the staff coordinator Kochirani ma'am for the welcome speech. സ്നേഹബഹുമാനപ്പെട്ട അധ്യക്ഷൻ HOD അമൽ മാത്യു സാർ, എൻ്റെ സഹ അധ്യാപകരെ, നമ്മുടെ ഗസ്റ്റ് അഖിൽ സജി, വിദ്യാർത്ഥികളെ, നമ്മുടെ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങി പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ ഉയർന്ന നിലയിലെത്തുകയും അവരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ നമ്മൾക്കേറെ സന്തോഷമുണ്ട്. സാധാരണഗതിയിൽ എല്ലാവരും ഒരു ഗാദറിംഗ് ഒക്കെ വെക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഗൂഗിൾ മീറ്റിലൂടെ മാത്രമേ എല്ലാവരും ഒന്നിച്ചു ചേരാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നുള്ളൂ. നമ്മുടെ ആളുകളെ എല്ലാവരെയും ആദ്യമേ തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇതുപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ നിലവിലുള്ള കുട്ടികളോട് സംസാരിക്കുന്ന ഒരു രീതി നമ്മുടെ കോളേജിൽ കുറേ നാളായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കോളേജിൽ നിന്നും 2014-17 ബാച്ചിൽ പഠിച്ച് ഇറങ്ങിയ അഖിൽ സജിയാണ്. അഖിൽ സജി ജർമ്മനിയിൽ MBA ചെയ്തു, ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ നിലവിലുള്ള കുട്ടികൾക്കും ഇതൊരു മാതൃകയായി വരട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പരസ്പരം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അറിവുകൾ ഷെയർ ചെയ്യുവാനും ഇവിടെ നിന്ന് പാസ് ഔട്ടായി പോയി കഴിഞ്ഞാലും നമുക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ അനുജന്മാരെയും അനുജത്തിമാരെയൊക്കെ സഹായിക്കുവാനും അവരോട് സംസാരിക്കാനും ഒക്കെ നിങ്ങൾക്കും ഇതൊരു പ്രചോദനമാകും എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. നമ്മുടെ അധ്യക്ഷൻ, നമ്മുടെ HOD ബഹുമാനപ്പെട്ട അമൽ സാറിനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ഗസ്റ്റാണ് അഖിൽ സജി. ഞാൻ അഖിൽ സജിയെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ അതിനെന്താ ഞാൻ സംസാരിക്കാമല്ലോ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇവരുമായിട്ട് ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ വന്നു. അത് ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിപ്പോയതിനു ശേഷം നമ്മൾ അവരോടൊരു സഹായം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോടൊന്ന് സംസാരിക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ സന്തോഷത്തോടെ തന്നെ എല്ലാവരും തയ്യാറാകുന്നു എന്നത് തന്നെ നമുക്ക് വളരെ സന്തോഷകരമാണ്. ഒരു അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയൊക്കെ സംബന്ധിച്ച് നമ്മൾ പഠിച്ച് പറഞ്ഞുവിട്ട കുട്ടികൾ വീണ്ടും നമ്മളോട് ഉള്ള അവരുടെ തിരിച്ചുള്ള പെരുമാറ്റവും അവരുടെ സ്നേഹവും ഒക്കെയാണ് ഏറ്റവും വലിയ നേട്ടം. നമ്മുടെ കോളേജിലെ കുട്ടികളോട് സംസാരിക്കുവാൻ വളരെ സന്തോഷത്തോടെ തയ്യാറായി വന്ന അഖിൽ സജിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ നമുക്കും. കാരണം നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ ആളാണ്, ജർമ്മനിയിൽ MBA ചെയ്തു, നന്നായി മലയാളം സംസാരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമായ കാര്യം. സാധാരണ ഇതിലെ ആക്സെന്റിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. അഖിൽ സജിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, നമ്മുടെ മാർഷലിവ കോളേജിന്റെ പേരിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മാം. താങ്ക് യു. ഇനി നമ്മുടെ കൂടെയുള്ള അധ്യാപകരാണ്, നമ്മുടെ സഹ അധ്യാപകർ മിക്കവരും തന്നെ കയറിയിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് അഖിൽ സജിയെ പഠിപ്പിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അനുസാബിയോ മിസ്സോ എൽസമ്മ മിസ്സോ ഒക്കെ അഖിൽ സജിയെ പഠിപ്പിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് പേർക്ക് അഖിൽ സജിയെ പരിചയം ഉണ്ടാവില്ല. എല്ലാ അധ്യാപകരെയും ഈ യോഗത്തിലേക്ക്, ഈ മീറ്റിംഗിലേക്ക്
ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ മീറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ആളുകൾ നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഓരോരുത്തരായി ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും, ഇനി ജോയിൻ ചെയ്യാനിരിക്കുന്ന ആളുകളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, ma'am. Next, I would like to invite our HOD of Commerce Department, Amal sir, for the felicitation. സ്നേഹബഹുമാനപ്പെട്ട നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ജോർജ് സാറ് ജോയിൻ ചെയ്യുന്ന അറിയിച്ചിരുന്നു. നമ്മുടെ കോളേജ് ബർസാർ തോമസ് തൂമുലച്ചൻ, ഇന്നത്തെ നമ്മളുടെ വിശിഷ്ട അതിഥി അഖിൽ സജി, പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ ഒരു ഓൺലൈൻ കാലഘട്ടത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കോളേജ് ജീവിതം നഷ്ടപ്പെടുന്നുണ്ട്. ബട്ട് അതിൻ്റെ കൂടെ നമുക്കുണ്ടായിരിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ ഓൺലൈനിൽ നടത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു സാധ്യതയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ അഖിൽ ഇപ്പോൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് നമ്മൾ സ്റ്റുഡൻസുമായിട്ട്, ജൂനിയർ സ്റ്റുഡൻസുമായിട്ട് അല്ലെങ്കിൽ മാസ് ലെവലിലുള്ള സ്റ്റുഡൻസുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനായിട്ടുള്ള സാധ്യതകൾ നമുക്കറിയാം, അത് ചുരുക്കമായിരിക്കും. പക്ഷേ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് നമുക്കത് സാധ്യമാകുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഞാനൊന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അലുമിനി മീറ്റ്, നമ്മൾ ഈ ഒരു സീരീസ് ആയിട്ട് തുടങ്ങി. ആദ്യം ഒരു അലുമിനിയുടെ നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മളുടെ ജർമ്മനിയിൽ നിന്നുമാണ് അഖിൽ നമ്മളോട് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ നട്ടുച്ച സമയമാണ് എങ്കിലും അഖിലിന് അവിടെ രാവിലെ 8 മണി 8:15 എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ സ്റ്റുഡൻസിനോട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ആയിട്ട് ജോയിൻ ചെയ്ത അഖിലിന് ഈ ഒരു അവസരത്തിൽ ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒടി നിലയിലുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാധ്യതകൾ ഇവിടെ നമ്മൾ തുറന്നിടുന്നത്, നമുക്കറിയാം ഇന്ന് ഒരുപാട് സ്റ്റുഡൻസ് മാസ്ലിവ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാസ്ലിവ കമ്മ്യൂണിറ്റിയിൽ നിന്നും ജർമ്മനിയിലേക്ക് ഇപ്പോൾ അഖിൽ പോയതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 1-2 പേര് കാനഡയ്ക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ UK പോകാനായിട്ടുള്ള കോളേജിൽ നിന്ന് റെഫറൻസ് ലെറ്റർ മേടിച്ചുകൊണ്ടുപോയ സ്റ്റുഡൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഒരുപാട് പേര് രാജ്യാതിർത്തികൾ കടന്നുകൊണ്ട്, കോണ്ടിനെന്റ് കടന്നുകൊണ്ടും മറ്റ് നാടുകളിലേക്ക് ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലും ആൾക്കാർ വേണം, പുറത്തും പോയി പഠിക്കണം, പുറത്തും ജോലി ചെയ്യണം, നമ്മുടെ നാട്ടിലും ജോലി ചെയ്യണം. അങ്ങനെ മാർസ്ലിവ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അത് വലിയൊരു കുടുംബമായി, അത് നാൾക്ക് നാൾ അത് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു കാര്യം അത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാൻ സാധിച്ചതിലും സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ അധികം സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് അഖിലിനെ കേൾക്കുവാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിൽ നമ്മുടെ ഈ ഒരു സെഷനിൽ നിന്നും എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. താങ്ക് യു. Thank you, sir. Now I would like to welcome our chief guest and our college alumni, Mr. Akhil Saji, for the webinar. First of all, good afternoon all. ഇതിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് അറിയത്തില്ല. ആക്ച്വലി എനിക്കിവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 70 സ്റ്റുഡൻസ് കാണിക്കുന്നുണ്ട്. എന്നെ ഇൻവൈറ്റ് ചെയ്തത് കൊച്ചിറാണി മിസ്സാണ്. അപ്പോൾ കോളേജിൽ നിന്ന് ഇങ്ങനെ ഒരു കോണ്ടാക്ട് വന്നു. അപ്പം ഞാൻ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്ത എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ആദ്യം തന്നെ. ഇതിൽ എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും കേൾക്കാൻ പറ്റാതെ വരുന്നുണ്ടോ? എന്തെങ്കിലും നെറ്റ് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, കേൾക്കാം, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. എനിക്ക് തന്നൊരു ടോപ്പിക് സ്റ്റഡി ഇൻ അബ്രോഡ് ആണ്. സ്റ്റഡി ഇൻ അബ്രോഡ് വീഡിയോ ചെയ്യാൻ പറ്റുമോ? വീഡിയോ ചെയ്യാം, നോ പ്രോബ്ലം, ചെയ്യാം. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാണാം. ഓക്കെ. അപ്പം സ്റ്റഡി ഇൻ അബ്രോഡ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് എനിക്ക് തന്നത്. ആക്ച്വലി സ്റ്റഡി ഇൻ അബ്രോഡ് പോകാൻ എല്ലാവർക്കും തന്നെ താല്പര്യമുള്ളൊരു വിഷയം തന്നെയാണ്.
കാരണം നാട്ടിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പുറത്ത് രാജ്യത്ത് പോയി ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അറിയാവുന്നത് ജർമ്മനിയിൽ ഇവിടെ വന്നതും ഇവിടെ വന്നിട്ട് എൻ്റെ ലാസ്റ്റ് 2 years ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിന് പഠനമായിട്ട് വന്നതാണ്. പഠനമായിട്ട് വന്നപ്പോൾ പഠനമായിട്ട് കാര്യങ്ങൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ജർമ്മനി എങ്ങനെ വന്ന് നമുക്ക് ഇവിടെ വന്ന് എങ്ങനെ ഒരു പഠിച്ച് ഒരു ജോലിയിലേക്ക് കടക്കാം, അതിൻ്റെ കുറച്ചൊരു ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ I just prepare for something for the students. I can share my screen. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മാം ഓക്കെയാണ്. സോ ഒരു 4 പോയിന്റ്സ്, മെയിൻലി ഒരു 4 പോയിന്റ്സ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, നാട്ടിൽ നിന്ന് പോരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതാണ് മെയിൻലി നമ്മൾ അറിയേണ്ടത്. വൈ ജർമ്മനി, ഹൗ ടു ഗെറ്റ് ഇൻ ജർമ്മനി, എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ലൈഫ് അറ്റ് ജർമ്മനി. ഇതാണ് മെയിൻലി നമ്മൾ നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഫ്യൂച്ചറാണ്. അത് നമ്മൾ ഇവിടെ വന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കി ഒരു ഫ്യൂച്ചർ ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് വരുന്നു. കാരണം എനിക്കിവിടെ വന്നിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജുകാർക്ക് പറ്റില്ല എന്ന് അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ വന്നതും അതുപോലെ ഒരു സിറ്റുവേഷനിൽ നിന്നാണ്. കാരണം എനിക്ക് വലിയ ഡിസ്റ്റിങ്നോട് പാസ്സായിട്ടൊന്നുമല്ല ഞാൻ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയതും അങ്ങനെയൊന്നുമില്ല. ഞാൻ ജർമ്മനി ചൂസ് ചെയ്യാൻ കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനെ പറ്റിയാണ് ഞാൻ അതുകൊണ്ട് എന്തുകൊണ്ട് കാനഡ അല്ലെങ്കിൽ UK പോലുള്ള രാജ്യങ്ങൾ ചൂസ് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അതിൽ ഒരുപാട് വേറെ കുറേ റീസൺസ് ഉണ്ട്. കാരണം കാനഡ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്, UK ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും എപ്പോഴും ഒരു കാര്യങ്ങൾ നമുക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ പഠിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിരിക്കും നമുക്ക് എപ്പോഴും അഫോർഡബിൾ ആയിട്ടിരിക്കുന്നത്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരുന്ന IELTS ആണ്. ഞാൻ ജർമ്മനി ചൂസ് ചെയ്യാൻ കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമല്ല. കാരണം നമുക്കിപ്പോൾ ജർമ്മനി വന്നു, ഇപ്പോൾ ജർമ്മനി ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ലോൺ എടുത്ത് ഞാൻ അത് മുടക്കി കയറി വന്ന് ഇവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വിസ കിട്ടുന്നത് ഒരു 26 യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് പോകാനും, ഇപ്പൊ ജർമ്മനിയിൽ നമുക്ക് ഒരു പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലൈഫ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പിൽ 25 കൺട്രീസ് ഉണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന വിസ വെച്ച് പോകാനും ഒരു ജോലി കണ്ടെത്താൻ. സോ ഇപ്പൊ ഞാൻ കാനഡയിൽ പോയാലും അല്ലെങ്കിൽ UK പോയാലും അവിടുന്ന് മുമ്പോട്ടൊരു ചലനം ആ ഒരു വിസ വെച്ച് എനിക്ക് നടക്കില്ല. സോ അതാണ് ഞാൻ കണ്ടതിൽ ഒരു മെയിൻ ഒരു ഇത് കൂട്ടതായിരുന്നു. അതാണ് ഞാൻ ജർമ്മനി ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ നല്ല കോളേജ്, നല്ല കൾച്ചർ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദെൻ ഫസ്റ്റ് വി വിൽ ഗോ ഫോർ വൈ ജർമ്മനി. നമ്മൾ ഇന്ത്യൻസ്, ഇഫ് യു ആർ ആൻ ഇന്ത്യൻ സ്റ്റുഡൻറ് എക്സ്പ്ലോറിംഗ് ഇന്റർനാഷണൽ സ്റ്റഡി ഓപ്ഷൻസ്, ജർമ്മനി ക്യാൻ ബി യുവർ ബെസ്റ്റ്. അതായത് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊമേഴ്സ്, അതായത് ബിസിനസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫീൽഡുമായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നെറ്റിലെടുത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ജോബ് കിട്ടാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള ഫീൽഡുകൾ ഏതൊക്കെയാണ് ജർമ്മനിയിൽ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, മെഡിക്കൽ ഫീൽഡ്, എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ചേഴ്സ്, ഇങ്ങനെയുള്ള ഫീൽഡുകളാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ ആവശ്യമുള്ള ഒരു ഫീൽഡ് അതാണ്. പക്ഷെ മാനേജ്മെന്റ് ഫീൽഡിൽ ഉള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാടെന്ന് പറഞ്ഞാൽ അത്രയ്ക്കുണ്ട് ഇവിടെ. ഇതിൽ ഏറ്റവും റിക്വയർമെന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ലാംഗ്വേജ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ അത്ര നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് നമുക്കൊരു 4-5 ലെവലോളം ഉണ്ട് ജർമ്മൻ ലാംഗ്വേജ്. അത്രയും പഠിച്ചിട്ട് വേണം മിനിമം ഒരു A1 A2 എങ്കിലും നാട്ടിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ട് കയറി വരുവാണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്കൊരു പാർട്ട് ടൈം ജോലിക്കും
ഏറ്റവും എളുപ്പമായിരിക്കും. അപ്പം നമുക്കൊരു മാനേജ്മെന്റ് കോഴ്സസ് ഇവിടെ എടുക്കുന്നതിനും നമുക്ക് നാട്ടിൽ നിന്ന് പോരുന്നതിനും ഇവിടെ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയും ഡിഗ്രി നമ്മൾ പാസ് ഔട്ട് ആവണം. പിന്നെ IELTS സ്കോർ റിക്വയർഡ് ഉള്ള കോളേജുണ്ട്, റിക്വയർമെന്റ് ഇല്ലാത്ത കോളേജുകളുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇത് കൂട്ടായി കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ജർമ്മനി വന്ന് പഠിക്കുക എന്നുള്ളത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ജർമ്മനി ഇസ് ദ തേർഡ് മോസ്റ്റ് പോപ്പുലർ ഡെസ്റ്റിനേഷൻ അമംഗ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇൻ ദ വേൾഡ്. അതായത് 3-ാം സ്ഥാനത്താണ് ജർമ്മനി ഇന്റർനാഷണൽ സ്റ്റുഡൻസിൽ. കാരണം ഒരു ഒട്ടുമിക്ക സ്റ്റുഡൻസ് നാട്ടിൽ നിന്ന് ആരും ജർമ്മനി ചൂസ് ചെയ്യാത്തതിന്റെ കാരണം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റഡി ഇൻ ജർമ്മൻ ലാംഗ്വേജ്. അതാണ് മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത്. ഒരു മെയിൻ റീസൺ നമ്മളിപ്പോൾ ഞാൻ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ വന്നവരുണ്ട്, ഇവിടുന്ന് തിരിച്ചു പോയവരുണ്ട് ഇവിടെ വന്നിട്ട്. കാരണം നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ജർമ്മൻ ലാംഗ്വേജ് ഒരു രീതിയിലും പറ്റൂല അത് പഠിക്കാൻ എന്ന് പറഞ്ഞ് നേരിട്ട് തിരിച്ചു പോയ സ്റ്റുഡൻസ് ഉണ്ട്. അവര് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് കാനഡ UK മാറിയവരുണ്ട്, ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ലാംഗ്വേജ്. അതാണ് ഒരു മെയിൻ റീസൺ. അപ്പോൾ ഈ ലാംഗ്വേജ് ഒരു പ്രധാന ഘടകമായിട്ട് തന്നെ ഞാൻ ഇപ്പോഴും എടുത്ത് പറയാൻ കാരണം അത് നമ്മുടെ ഒരു ഫീൽഡിൽ, അതായത് മാനേജ്മെന്റ് ഫീൽഡിൽ ലാംഗ്വേജ് റിക്വയർമെന്റ് വളരെ വലുതാണ്. ജർമ്മൻ യൂണിവേഴ്സിറ്റീസ് ഓഫ് എക്സലന്റ് ടീച്ചിങ് ആൻഡ് റിസർച്ച് റാങ്കിങ് അമംഗ് ദി ബെസ്റ്റ്. അതായത് ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്. ടീച്ചിങ് മെത്തേഡ് നാട്ടിൽ നമ്മുടെ കോളേജിൽ ഇരുന്ന് പഠിക്കുന്ന പോലെ ഒരു മെത്തേഡ് അല്ല ഇവിടെ. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മളാണ് തീരുമാനിക്കുന്നത് പഠിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇവിടെ ഒരു പ്രൊഫസറോ ഒരു ലെക്ചറോ നമ്മളോട് ഒരിക്കലും പറയില്ല നീ ഇത് പഠിച്ചിട്ടേ വരാവുള്ളൂ എന്നുള്ള രീതിയിൽ ആരും പറയില്ല. അവരുടെ ഉത്തരവാദിത്തം എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇപ്പോൾ ടീച്ചേഴ്സ് നമ്മളോട് പഠിപ്പിക്കുന്ന പോലെ ഇത് പഠിച്ചിട്ടേ വരാവുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്തിട്ടേ വരാവുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയുണ്ട്. നാളെ ക്ലാസ് ചെല്ലുമ്പോൾ അത് ചെയ്തിട്ടല്ലേ കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ മിസ് വഴക്ക് പറയില്ലേ, അല്ലെങ്കിൽ ചീത്ത വിളിക്കില്ലേ എന്നുള്ള രീതിയിലൊക്കെ ഒരു ചിന്താഗതി ഉണ്ടാകും. പക്ഷെ ഇവിടെ നമ്മൾ അവർ പഠിപ്പിക്കും എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇപ്പൊ കിടന്നുറങ്ങിയാലും ഒരു വിഷയമില്ല. പക്ഷെ നമ്മൾ ഡോണ്ട് ഡിസ്റ്റർബ് ഇൻ ദ ക്ലാസ്. അത് നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഔട്ടാകാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അപ്പം അവർ പഠിപ്പിക്കും, അവരുടെ ഭാഗം ക്ലിയർ ചെയ്യും. നമ്മൾ പഠിച്ച എക്സാം എഴുതി അസൈൻമെന്റ് അതിന്റെ പ്രസന്റേഷനും കാര്യങ്ങളും നമ്മൾ പഠിച്ച് വെക്കുന്ന പോലെയാണ് നമ്മുടെ സ്കോറും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ പേപ്പറിൽ വരുന്നത്, മീൻസ് നമ്മുടെ റിസൾട്ടിൽ വരുന്നത്. അതാണ്. പിന്നെ നല്ല ടീച്ചിങ് ആണ്. ഞാൻ പഠിച്ച കോളേജിൽ നല്ലതാണ്, നല്ല പ്രൊഫസേഴ്സാണ്. നമുക്ക് ഏത് കാര്യത്തിലും നമുക്ക് ഹെൽപ്പ് ചെയ്യും. അത് ഇന്ന ഇന്ത്യൻ സ്റ്റുഡൻ്റ് ആണോ അതുകൊണ്ട് ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു മെന്റാലിറ്റിയോ റേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും ഒരു സ്റ്റുഡൻ്റ് ആണ്. സോ അവരതനുസരിച്ചാണ് നമ്മളെ കെയർ ചെയ്യണം. അത് കാര്യത്തിൽ ഉറപ്പുണ്ട്. കാരണം ഒരുപാട് സഹായങ്ങൾ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്, പ്രൊഫസേഴ്സ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കപ്പാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം. Then next point is the range of courses offered at the German universities is immense and gives you the opportunity to choose whatever area of study you want to be focused on. അതായത് നമ്മളിപ്പോൾ ഒരു കോഴ്സസ് എടുത്ത് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സസോ അല്ലെങ്കിൽ ലൈക്ക് MBAയോ അല്ലെങ്കിൽ മാർക്കറ്റ് BSCയോ ഏതൊരു ഫീൽഡാണെങ്കിലും നമുക്ക് ആ ഒരു കോഴ്സ് എടുത്ത് ഒരു 6 monthsനുള്ളിൽ നമ്മുടെ ഫോക്കസ് ഏതിലേക്കാണെന്നുള്ളത്, ഏത് കാര്യത്തിലേക്കാണെന്നുള്ളത് നമുക്ക് ആ ഒരു 6 monthsനുള്ളിൽ മനസ്സിലാവും. ആ 6 months കഴിയുമ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരും. അതായത് നിനക്ക് ഏത് ഫീൽഡിൽ പോകാം. അതായത് ഞാൻ എടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അതിൽ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ട്, പ്രൊജക്ട് മാനേജ്മെന്റ് ഉണ്ട്. അപ്പം എൻ്റെ ഒരു കോഴ്സ് MBA എന്ന കോഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു 6 months കഴിഞ്ഞ് ഞാനത് ഏത് വേയിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത് ആ 6 monthsനുള്ളിൽ നമുക്കൊരു ഗ്യാപ്പിൽ നമുക്കറിയാൻ പറ്റും. ഏതെടുത്താലാണ് ഹൈ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, ഏതെടുത്താലാണ് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ഏതാണ്. അത് നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലാണ്, ഇപ്പം ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി എന്നല്ല വേറെ ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റിയും ഇവിടെ തന്നെ ഉണ്ട്. നമുക്കത് ആ ഒരു വേയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അല്ല ഞാൻ കണ്ടിന്യൂ ചെയ്ത് എനിക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് മാത്രം ഇവിടെ ഉള്ളതുകൊണ്ട് അത് മാത്രം നീ പഠിക്കാവുള്ളൂ എന്നൊന്നും ആരും പറയില്ല. നമുക്ക് ഏതാണ് ഏരിയ ഇഷ്ടം ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അതാണ് അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നെക്സ്റ്റ് എല്ലാ രാജ്യത്തും ഉള്ളതുപോലെ തന്നെ സ്റ്റുഡൻസ് പോയി നിൽക്കുന്ന കാനഡ UK ഉള്ളതുപോലെയൊക്കെ തന്നെ ഇവിടെ സേഫാണ്.
കൺട്രി സൈഡ് ആണെങ്കിലും നമുക്ക് നൈറ്റോട് മൂവ് ഔട്ട് ചെയ്യാനും പൊളിറ്റിക്കലായിട്ടാണെങ്കിലും അല്ലെങ്കിൽ എക്കണോമിക് ആണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മളിവിടെ സേഫാണ്. നമ്മൾ അതനുസരിച്ചുള്ള ടാക്സ് പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഓൾവേസ് പ്രൊട്ടക്റ്റഡ് ആണ് നമ്മളിവിടെ. നമുക്കൊരു രീതിയിലുള്ള ഒരു എന്താ പറയുന്ന ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇവിടുത്തെ ഒരാളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരു രീതിയിലും നമുക്ക് ഉണ്ടാവില്ല. നമ്മളിവിടെ വിസിറ്റ് ചെയ്യുമെന്നാണ്, നമ്മളിവിടെ ഫണ്ട് കാണിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത്. സോ വി ആർ ദ ഗസ്റ്റ് ഓഫ് ഹിയർ ഇൻ ജർമ്മനി. സോ ദേ വിൽ പ്രൊട്ടക്ട് അസ് എവറി ടൈം. ആൻഡ് ഒരു റേസിന്റെ ഒരു ഇത് കൂട്ടോ അങ്ങനെ ഒരു കാര്യമില്ല. നമുക്ക് എല്ലാ ഓഫറും നമുക്ക് ഇവർക്ക് ഇവിടെ കൊടുക്കുന്ന ഓഫേഴ്സ് അല്ലെങ്കിൽ ഇവർക്ക് ഇവിടെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ അത് നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മളിവിടെ വന്ന് നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിനും അതിന്റെ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ പേപ്പർ വർക്ക് ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും ഇവിടെ സപ്പോർട്ടാണ്. അതിൽ ഒന്നും ഒരു നെഗറ്റീവായിട്ടൊന്നും ഒരു കാര്യത്തിലും ഒരിടത്തും പറയാനില്ല. സോ നെക്സ്റ്റ് വി ഗോ ഫോർ ഷെങ്കൻ വിസ. നമ്മുടെ നാട്ടിൽ നിന്ന് ജർമ്മനി അല്ലെങ്കിൽ യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ സ്റ്റുഡൻസിനാണെങ്കിലും അല്ലെങ്കിൽ വർക്ക് ചെയ്യാനാണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഷെങ്കൻ വിസയ്ക്കാണ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 26 യൂറോപ്യൻ കൺട്രീസ് ഇൻക്ലൂഡ് ആവുന്നതാണ് ഷെങ്കൻ വിസ. സോ നമുക്ക് ട്രാവൽ ചെയ്യാനും നമുക്കൊരു സാധനം ഒരു എന്തെങ്കിലും ഒരു ഗുഡ്സ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നമുക്ക് മൂവ് ഔട്ട് ചെയ്യാനും ഒരു ഇഷ്യൂ ഇല്ലാത്ത വിസയാണ് നമ്മുടെ. കാരണം ഇപ്പം എനിക്ക് ഇവിടുന്ന് പോളണ്ടിൽ പോകാനും അല്ലെങ്കിൽ ഓസ്ട്രിയ, സ്പെയിന് അങ്ങനെയുള്ള കുറേ രാജ്യങ്ങളിൽ നമുക്ക് സ്വിറ്റ്സർലൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമുക്ക് പോകാൻ വേറൊരു വിസ എടുക്കേണ്ട കാര്യം വേറെ ഒരു പേപ്പറോ കാര്യങ്ങളോ ഒന്നും റെഡിയാക്കണ്ട. എൻ്റെ കാര്യം ഇരിക്കുന്നത് ഷെങ്കൻ വിസയാണ്. സോ ഐ ക്യാൻ ട്രാവൽ ടു എവരിവെയർ. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അതാണ് ഏറ്റവും വലിയൊരു ഗുണമായിട്ടുണ്ട്. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇത് ആ ഒരു ഭാഗത്ത് വെക്കാവുള്ളൂ. പിന്നെ ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ പോലും ഇപ്പം ജർമ്മനിയിൽ ജർമ്മൻ ലാംഗ്വേജ് ആണ് പറയുന്നത്. സോ കമ്പയർ ടു അതർ കൺട്രീസ് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്ന കൺട്രീസ് ഉണ്ട്. സോ നമുക്ക് ഇവിടെ അഫോർഡബിൾ അല്ലെങ്കിലോ യു ക്യാൻ മൂവ് ഓൺ, അങ്ങോട്ട് മാറാം. നമുക്ക് അവിടെ പോയി ജോബ് സെർച്ച് ചെയ്യാം. നമുക്ക് 3 monthsോളം ആ രാജ്യത്ത് നമുക്ക് നിൽക്കാം. അവിടെ നിന്ന് നമുക്ക് അവിടുത്തെ പേപ്പറുകൾ നോക്കി അവിടെ ജോലി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ജോലി കിട്ടിക്കഴിഞ്ഞാൽ സോ യു ക്യാൻ സ്റ്റേ ചെയ്യാം. നമുക്ക് ജർമ്മനി ലെഫ്റ്റ് ചെയ്യാം, എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്ത് നമുക്ക് ജോലി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കണ്ടെത്താം. നമ്മൾ ഒരു കൺട്രിയിൽ മാത്രം ലോക്കായി കിടക്കുന്നില്ല, ഒരു കൺട്രി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ മുമ്പിൽ 25 ഓപ്ഷൻസ് ഉണ്ട്, 25 രാജ്യങ്ങളുണ്ട്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി രക്ഷപ്പെടാനും നമുക്ക് ഒരു എന്താ പറയുക ഒരു ഇൻകം കണ്ടെത്താനും 25 രാജ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സോ അതാണ് ഷെങ്കൻ വിസ. സോ ദെൻ യൂണിവേഴ്സിറ്റീസ്, 2 തരം ടൈപ്പ് യൂണിവേഴ്സിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. ഞാൻ പഠിക്കുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നാട്ടിൽ നിന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു മാസ്റ്റേഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന റിക്വയർമെന്റ്സ് ഇതിൽ കൂടുതലാണ്. ഇത് മിനിമം റിക്വയർമെന്റ് എങ്കിലും നമുക്ക് വേണം ഒരു കോളേജിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മളൊരു സിറ്റി സെന്റർ ആയിട്ടുള്ള ഇപ്പം ഞാൻ നിൽക്കുന്നത് ബെർലിനാണ്. ബെർലിൻ, ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിക്ക് പോലുള്ള ഏരിയകളിൽ നമുക്കൊരു യൂണിവേഴ്സിറ്റി, ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് ഒരു അഡ്മിഷൻ ചെയ്യണമെങ്കിൽ പോലും ഈ റിക്വയർമെന്റിലും മണ്ടയിലായിരിക്കും. ഇത് ഒരു മിനിമം റിക്വയർമെന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടാൽ അറിയാം, പബ്ലിക് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും തമ്മിലുള്ള ഒരു ഡിഫറൻസിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ട്യൂഷൻ ഫീസാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ ശരിയാണ്, ഇത്രയും പൈസയാവും പഠിക്കാൻ, എങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റും, എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. ഇപ്പം ഒരു 60% അല്ലെങ്കിൽ ഒരു 55% മാർക്ക് മേടിച്ച ഒരു സ്റ്റുഡൻസിന് ഒരിക്കലും ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് ഇത്രയും പോയി പഠിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ ഒരു ഡിസ്റ്റിങ്റ്റോടുകൂടി പാസ്സായിട്ടുള്ള ആളല്ല, അല്ലെങ്കിൽ ഞാൻ ഒരു ആവറേജ് മാർക്കോടുകൂടി പാസ്സായ വ്യക്തിയാണ്. ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ എൻ്റെ മുമ്പിലും പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. സോ എൻ്റെ റിക്വയർമെന്റ് ഒരിക്കലും അവിടെ അഫോർഡബിൾ അല്ല. അതുകൊണ്ട് ഐ ചൂസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കേണ്ടതാണ് ട്യൂഷൻ ഫീസ്. ട്യൂഷൻ ഫീസ് നമുക്ക് നാട്ടിൽ നിന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്യൂഷൻ ഫീസ് ആണ് ഒരു MBA എടുക്കാനും ഒരു മാസ്റ്റർ, ഒരു 1.5 year കോഴ്സസ് എടുക്കാനും ഇപ്പം ജർമ്മനിയിലുള്ളത് ഒരു 10 lakhs to 15 lakhs ഇടയ്ക്കാണ്
നമുക്കൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ ഒരു MBA പോലെ അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ആവശ്യം. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ് IELTS 6 മിനിമം. വിത്തൗട്ട് IELTS നമ്മുടെ ചില യൂണിവേഴ്സിറ്റീസിൽ എടുക്കുന്നുണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ വിത്തൗട്ട് IELTS. അപ്പം നമുക്ക് റിക്വയർമെൻറ്റ് വരുന്നത് നമ്മുടെ കോളേജിൽ നിന്ന് MOI ചോദിക്കും, അതായത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ ഇംഗ്ലീഷിലാണ് നമ്മുടെ കോഴ്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു പേപ്പർ നമ്മുടെ കോളേജിൽ നിന്ന് ചോദിക്കും. ആ കോളേജിൽ നിന്ന് ആ പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് IELTS വേണ്ടാത്ത കോളേജുകളിൽ ഈ റിക്വയർമെൻറ്റ് വരുന്നത്. പിന്നെ ഡിഗ്രി സ്കോർ നമ്മൾ പാസ് ഔട്ട് ആണ്. ട്യൂഷൻ ഫീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബ്ലോക്ക് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കാണിക്കുന്ന 12 മാസത്തെ ലിവിങ് എക്സ്പെൻസ് ആണ്. അതൊരു 8,000 യൂറോയോളം വരും. 8,000 യൂറോ എന്ന് പറയുന്നത് മീൻസ് ഒരു 10 lakhs, ഒരു 9.5 lakhs അടുത്തോളം നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് ഇവിടെ കാണിക്കണം. ആ ലിവിങ് എക്സ്പെൻസ് നമുക്ക് 12 months ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. 8,000 യൂറോ 12 months ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജർമ്മൻ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബാങ്ക് അക്കൗണ്ട് ഈ ബ്ലോക്ക് എമൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ മന്ത്ലി നമുക്കൊരു 820 യൂറോ, അതായത് ഒരു 70,000 റുപ്പീസ് നമുക്ക് മന്ത്ലി അവരിങ്ങോട്ട് തരും. സോ അതാണ് നമ്മളിവിടെ 12 മാസം നമ്മളിവിടെ കാണിക്കേണ്ട ലിവിങ് എക്സ്പെൻസ്. ആ ലിവിങ് എക്സ്പെൻസ് കാണിച്ചാൽ മാത്രമാണ് ജർമ്മൻ വിസ നമുക്ക് എംബസിയിൽ നിന്ന് നമുക്ക് അടിച്ചു തരുമോ. പിന്നെ ഓൾമോസ്റ്റ് 2 സെയിം ആണ്. എക്സാംസ്, അസൈൻമെന്റ്സ്, പ്രസന്റേഷൻസ്, പ്രാക്ടിക്കൽ എല്ലാം സെയിം ആണ് 2 യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ നമ്മുടെ ഡിഗ്രി ഒരു 75 മിനിമം ആണ്. നമ്മൾക്കൊരു 80% മണ്ടയിലേക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് വിത്തൗട്ട് ട്യൂഷൻ ഫീസ്, ഓൺലി ബ്ലോക്ക് എമൗണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഓൺലി ബ്ലോക്ക് എമൗണ്ട്. അതായത് നമ്മൾ വെറും 8 ലക്ഷം രൂപ, ആ 8 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് തിരിച്ചു കിട്ടുന്ന പൈസയാണ്, ഒരു എക്സ്പെൻസ് ഇല്ല. സോ ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് പഠിക്കാനുള്ളൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. അതാണ് ഇപ്പോൾ പഠിക്കാൻ ഇതൊരു എന്താ പറയുക, കാശ് മുടക്കാത്ത, അല്ലെങ്കിൽ കാശില്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അവർക്ക് ഈ ഒരു സ്കോർ അല്ലെങ്കിൽ IELTSന്റെ സ്കോറും ഡിഗ്രിയുടെ സ്കോറും ഇത്ര അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ജർമ്മനി പഠിക്കാം. ഒരുപാട് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സോ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാം. അതിന് ഒരു ലിങ്ക് ഉണ്ട്, this one, a wide selection of funding programs and scholarship. നമുക്ക് ഞാൻ ഇതിലേക്ക് വരുമ്പം ഈ ലിങ്ക് ആരെങ്കിലും എടുത്തു, അത് കാരണം അതിൻ്റെ അകത്ത് നമുക്ക് ഓൾറെഡി എല്ലാ റിക്വയർമെന്റ്സും അല്ലെങ്കിൽ എൻ്റെ സ്കോളർഷിപ്പും അതിൻ്റെ കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡിയിലേക്ക്. സോ നെക്സ്റ്റ് ഇസ് ഹൗ ടു ഗെറ്റ് ഇൻ ജർമ്മനി. മിനിമം ഇംഗ്ലീഷ് ഫ്ലുവൻസി, ജർമ്മൻ ലാംഗ്വേജ് ബ്ലോക്ക് എമൗണ്ട്, ഇത്രയും മതി. നമ്മൾ ഡിഗ്രി പാസ്സാവണം, അത് ഓൾറെഡി അറിയാം. ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ ഓൾറെഡി നമ്മൾ ഡിഗ്രി പാസ്സാവണം. ദെൻ ഈ 3 കാര്യങ്ങൾ മെയിൻലി ഉണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് ഇവിടെ അഡ്മിഷൻ ചെയ്യാം. അഡ്മിഷന് വേണ്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ വിസ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ്. ഈ ജർമ്മൻ ലാംഗ്വേജ് ഇഫ് റിക്വയർഡ് എന്ന് പറയുന്നത് റിക്വയർഡ് ആണ്, റിക്വയർഡ് ആണ്. കാരണം ജർമ്മൻ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നാട്ടിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഗോയത്തെ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഗോയത്തൊക്കെ ജർമ്മൻ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം അതൊരു മിനിമം ഒരു A1 A2 ആ രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോരുവാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരുപാട് ഈസി ആയിരിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ഇവിടുമായിട്ട് ഓരോ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഈസി ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ബ്ലോക്ക് എമൗണ്ട് ഒരു പാർട്ട് ടൈം ജോലിക്കാണെങ്കിൽ പോലും നമുക്കൊരു ഈ റിക്വയർമെന്റ്, ഒരു ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെന്റ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹൈ സാലറീഡ് ആയിട്ടുള്ള ജോബ്സ് നമുക്ക് കിട്ടും. സോ ഇതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടതും ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. ബാക്കി 2 കാര്യങ്ങളും ഓൾറെഡി ഞാൻ പറഞ്ഞാണ്. ദെൻ എഡ്യൂക്കേഷൻ ജർമ്മനി എന്ന് പറഞ്ഞാൽ മോർ ദാൻ 100 ഓഫ് ബിസിനസ് സ്കൂൾസ് ഉണ്ട് നമുക്ക് ഈ ഓൾ ഓവർ ദി ജർമ്മനി. ഒരു 100 മണ്ടൽ നമുക്ക് ബിസിനസ് സ്കൂൾസ് ഉണ്ട്. പ്രൈവറ്റും ഉണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് സ്റ്റഡി, അതായത് നമ്മൾ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ സ്റ്റുഡന്റ് വിസയിൽ വന്നതാണെങ്കിൽ സ്റ്റുഡന്റ് വിസ കഴിഞ്ഞ് നമുക്ക് 18 months, അതായത് 1.5 year മാത്രമാണ് ഇവിടെ സ്റ്റേ ബാക്ക് ഉള്ളൂ. ആ 1.5 year എന്ന് പറഞ്ഞാൽ ജോബ് സീക്കർ വിസയാണ്. ജോബ് സീക്കർ വിസ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോബ് സെർച്ചിങ് വിസയിൽ നമ്മൾ ഈ 1.5 year കൊണ്ട് നമ്മൾ നല്ലൊരു ജോലി ഇവിടെ കണ്ടെത്തണം. നല്ല ജോലി എന്ന് മാത്രമല്ല, അതിൽ കുറച്ച് റിക്വയർമെന്റും കാര്യങ്ങളും ഉണ്ട്. കാരണം മിനിമം സാലറി വേണം,
എന്നാലാണ് ഫ്യൂച്ചറിലേക്ക് നമുക്കൊരു ഇവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കാൻ ഉള്ള ഒരു പേപ്പറിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു മിനിമം സാലറി വേണം. അതിലേക്ക് ഞാൻ വരാം. നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു കോൺട്രാക്റ്റോട് കൂടി നമ്മുടെ എംപ്ലോയർ നമുക്കൊരു കോൺട്രാക്റ്റോട് കൂടിയിട്ട് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എലിജിബിൾ ആണ് ബ്ലൂ കാർഡ്. അതായത് 2 സ്റ്റെപ്പ് ഉണ്ട്. ബ്ലൂ കാർഡ് കഴിഞ്ഞിട്ടാണ് PR പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് ബ്ലൂ കാർഡാണ്. അത് നമുക്കൊരു കോൺട്രാക്ട്, ഒരു 2 years മിനിമം കോൺട്രാക്ട് നമുക്കുണ്ട്, അതിനുള്ള മിനിമം സാലറി ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യാം. ബ്ലൂ കാർഡ് എൻ്റെ PR നമുക്ക് ഏറ്റവും അവസാന ഒരു ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞുതരാം എൻ്റെ വ്യക്തമായിട്ട് കാര്യങ്ങൾ. പിന്നെ നോക്കേണ്ടതാണ്, ഡു നോട്ട് സെലക്ട് യൂണിവേഴ്സിറ്റീസ് ലെവൽ ബേസ്ഡ് ഓൺ ഇറ്റ്സ് റാങ്കിങ്. കൺസിഡർ അതർ പാരാമീറ്റേഴ്സ് as cost of living in the city, proximity to major cities, curriculum offer. Such factors will affect job opportunities more than university ranking alone. That means നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും. ഇപ്പം നമ്മളൊരു ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും അവർ നമ്മളോട് പ്രിഫർ ചെയ്യുന്നത്. സോ ഡോണ്ട് ഡു ദാറ്റ്. അതൊരിക്കലും ചെയ്യരുത്. നമ്മൾ പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കണം അവർ അഡ്മിഷൻ എടുത്തു തരേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ ഇതൊക്കെ. ഒരിക്കലും ഒരു റാങ്കിങ് ലിസ്റ്റ് കിടക്കുന്ന യൂണിവേഴ്സിറ്റീസോ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയണേ ഇന്ന ഒരു ഹയർ പൊസിഷൻ കിടക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്, അപ്പോൾ സോ ഞാൻ അവിടെ പഠിച്ചാൽ എനിക്ക് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ യൂണിവേഴ്സിറ്റി ജർമ്മനി ചൂസ് ചെയ്തത്. കാരണം ജർമ്മനിയിൽ ഇപ്പോഴും കൺട്രി സൈഡുകളിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. അതായത് ഈ പാർട്ട് ടൈം ജോലിക്ക് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പഠിക്കാൻ വരുമ്പോൾ ഒരു പാർട്ട് ടൈം ജോലി അത്യാവശ്യമാണ് നമ്മുടെ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസിനായിട്ട്. സോ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ നല്ല ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നല്ല ഹൈ റാങ്കിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസൊക്കെ ഒരു ഷോർട്ട് സിറ്റി, ഒരു ചെറിയ സിറ്റികളിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പോകരുത്. കാരണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് നമ്മൾ കൺസിഡർ ചെയ്യണം. നമുക്കൊരു ജോലി വേണം, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സിറ്റീസിൽ നിൽക്കണം, എന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ പുതിയ വേറെ കൺട്രീസിൽ നിന്ന് വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതുപോലുള്ള സിറ്റീസ് മാത്രം ചൂസ് ചെയ്യുക. സോ ഒരിക്കലും നമ്മൾ റാങ്കിങ് ലിസ്റ്റിൽ കിടക്കുന്ന യൂണിവേഴ്സിറ്റികൾ നോക്കി ഒരിക്കലും നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ വരരുത്. കാരണം ഇതുപോലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഔട്ട് ഓഫ് ബെർലിൻ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി വന്ന് പഠിച്ച് അഡ്മിഷൻ എടുത്ത് കയറി വന്നവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. മീൻസ് അവർക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടാനും അവർക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ, ഒരു ലിവിങ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു ലിവിങ് എക്സ്പെൻസ് ഏൺ ചെയ്യാനും അല്ലെങ്കിൽ ഒരു ജോലി ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് നോക്കാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അവർ. അപ്പം അങ്ങനെ എനിക്കറിയാവുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടുന്ന് ടെർമിനൽ എക്സ്മാട്രിക്കുലേഷൻ ചെയ്ത് തിരിച്ച് ഇതുപോലുള്ള സിറ്റീസുകളിൽ വന്ന് ഒരു യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് എടുത്താണ് പഠിക്കുന്നത്. സോ നമുക്ക് സിറ്റീസിലാണെങ്കിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതായത് നമുക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് അറിയാവുന്ന ഒരു ലാംഗ്വേജ് ആണ്. ജർമ്മൻ ലാംഗ്വേജ് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട്, ഇപ്പം ഞാൻ നിൽക്കുന്ന ബെർലിൻ, ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. ജർമ്മൻസ് ആണെങ്കിൽ പോലും, ഇൻക്ലൂഡിങ് ജർമ്മൻസ് ഓൾസോ സ്പീക്കിംഗ് ഇംഗ്ലീഷ് വിത്ത് us. നമുക്ക് ഒരു നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിയത്തില്ല എന്ന് വിചാരിച്ച് നമുക്കൊരു ജർമ്മൻകാരനോട് സംസാരിക്കാൻ പറ്റില്ല ഒന്നും വേണ്ട. അവർ ഇന്ററാക്ട് ചെയ്യാൻ നമ്മളോട് ഇംഗ്ലീഷ് സംസാരിക്കും, നമുക്ക് ജർമ്മൻ അറിയത്തില്ലെങ്കിൽ. അതുകൊണ്ട് ഓൾവേസ് ചൂസ് ബെറ്റർ പ്ലേസ് ടു സ്റ്റേ. അതായത് നമ്മൾ നല്ല സിറ്റീസ് നോക്കുക, നല്ല സിറ്റീസ് നോക്കി മാത്രം ചൂസ് ചെയ്ത് ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിക്, ബെർലിൻ ഇങ്ങനെയുള്ള സിറ്റീസുകൾ ചൂസ് ചെയ്ത് യൂണിവേഴ്സിറ്റികൾ നോക്കുക. അവിടെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സസ്, അവിടെ നമുക്ക് അതിൻ്റെ ലിവിങ് എക്സ്പെൻസസുകൾ നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുക. അത് ജർമ്മൻ ലാംഗ്വേജ് നാട്ടിൽ നിന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ജർമ്മൻ ലാംഗ്വേജ് നാട്ടിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് ബി ഈസിയർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ ഹു ആർ ലിവിങ് ഹിയർ. അതിപ്പോൾ ഏറ്റവും നല്ല കാര്യമാണ്. കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ആളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയിട്ട് ജർമ്മൻ സംസാരിക്കുമ്പോൾ ഓൾവേസ് അവർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും, കാരണം അവർക്ക് ഇഷ്ടം നമ്മൾ അവരുടെ ലാംഗ്വേജ് പറയുന്നതാണ്. അവരൊരിക്കലും ഒരു രീതിയിലും അവർ ഇംഗ്ലീഷ് അവർ സപ്പോർട്ട് ചെയ്യില്ല, അവർ സംസാരിക്കുന്നവരോട് സപ്പോർട്ട് ചെയ്യില്ല. ബട്ട് നമുക്ക് അറിയത്തില്ലെങ്കിലും നമ്മളോട് അങ്ങനെ ഒരു നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, സോ യു ജസ്റ്റ് ഗോ ബാക്ക് എന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല.
അതുകൊണ്ട് ഓൾവേസ് നമ്മൾ എന്തെങ്കിലും ഒരു A1 A2 എങ്കിലും പഠിച്ചിട്ട് നാട്ടിൽ നിന്ന് പോരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ വന്നിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും നമുക്കിതൊക്കെ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. നമ്മൾ അങ്ങോട്ട് ജർമ്മനാണ് സംസാരിക്കുന്നത്, അവർക്കത് ഇഷ്ടമാണ് എപ്പോഴും നമ്മൾ ജർമ്മൻ സംസാരിക്കുന്നത്. ദെൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സ്കോളർഷിപ്പും അതിൻ്റെ ഫണ്ടിങ് പ്രോഗ്രാംസും ഒക്കെ കാണിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഡാഡ്. ഇപ്പോൾ PhD ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ പോലും, PhD ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പോലും അവർക്കൊക്കെ ഫ്രീ ആയിട്ടാണ് PhD വെച്ചത്. നമ്മൾ ഒരു രൂപ പോലും നമ്മളിവിടെ മുടക്കേണ്ട കാര്യമില്ല. 1 രൂപ മീൻസ് 1 രൂപ പോലും നാട്ടിൽ നമ്മൾ മുടക്കേണ്ട, അറ്റ്ലീസ്റ്റ് ബ്ലോക്ക് എമൗണ്ട് പോലും നമുക്ക് വേണ്ട. കാരണം ഈ സ്കോളർഷിപ്പ് തരുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ആണ്. അപ്പം ഇവിടുത്തെ ഗവൺമെന്റ് തരുന്നത് കൊണ്ട് അവർക്കറിയാം ഇത്ര എമൗണ്ട് വെച്ച് ഞാൻ ഒരാളുടെ മീൻസ് ഇങ്ങനെ PhD ചെയ്യാൻ വരുന്ന ഒരു സ്റ്റുഡൻറ്റിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കൊടുക്കുന്നുണ്ടെന്നുള്ള ഇവിടുത്തെ ഗവൺമെന്റിന് അറിയാം. സോ ദേ ഡോണ്ട് വാണ്ട് ടു ബ്ലോക്ക് എമൗണ്ട്. അപ്പം ഇപ്പം PhD ചെയ്യാൻ വരുന്നവർക്കാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്കത് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും നോക്കാം. ദെൻ പാർട്ട് ടൈം ജോബ്സ്, ഓപ്പർച്യൂണിറ്റീസ്, ഇൻകം. ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് 20 hours ആണ് നമുക്ക് വീക്കിലി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം വേജ് എന്ന് പറഞ്ഞാൽ ഒരു 10.5 euro ആണ് മിനിമം വേജ്. പാർട്ട് ടൈം ജോലി ഒരുപാടുണ്ട്. നമ്മൾ അതിനൊരു വറീഡ് ആവേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് കമ്പനീസ് ഡേ ബൈ ഡേ ഇവിടെ സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഉണ്ട്. അല്ലെങ്കിൽ പുറം രാജ്യത്ത് നിന്ന്, ഇപ്പം തുർക്കി, പോളണ്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് കമ്പനീസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്. സോ ഡോണ്ട് വറി അബൌട്ട് ദ പാർട്ട് ടൈം ജോബ്സ്. എന്തായാലും കിട്ടും. കാരണം അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പാർട്ട് ടൈം ജോബ്സിന്. പെർമനന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അതിന് പാർട്ട് ടൈം ജോബ്സിന് ഒരിക്കലും നമുക്കൊരു ലാംഗ്വേജ് റിക്വയർമെന്റ് ഇല്ല. അത് എന്ത് ജോലിയാവാം. ഇപ്പോൾ ഫുഡ് ഡെലിവറി ആവാം, ക്ലീനിങ് ആവാം, ഹോട്ടലിലാവാം, എന്തും ആവാം. ഇതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കോളേജിൽ മീൻസ് സ്റ്റുഡൻ്റായിട്ട് നിന്നപ്പോൾ ഈ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. പൈസയും അതോടൊപ്പം തന്നെ പഠനം. സോ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത ചെലവുകൾ ഇവിടെ നിന്ന് തന്നെ ഞാൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഒരിക്കലും അതും കൂടെ നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് താങ്ങാൻ പറ്റാത്ത എക്സ്പെൻസ് ആയിരിക്കും. കാരണം അത്രമാത്രം എക്സ്പെൻസ് ഉണ്ട് ഇവിടെ നമുക്ക് ജീവിക്കണമെങ്കിൽ. സോ നമ്മൾ ലിവിങ് എക്സ്പെൻസ് നമ്മളിവിടെ നിന്ന് മാക്സിമം ഏൺ ചെയ്യുക. കാരണം ഇവിടുത്തെ റെന്റ്, ഇവിടുത്തെ ചെലവ്, ഇവിടുത്തെ ഇൻഷുറൻസ്, ടാക്സ് എല്ലാം നമ്മുടെ സാലറിയിൽ നിന്നാണ് പോകുന്നത്. സോ 20 hours നമുക്ക് ഒരു വീക്കിലി നമുക്ക് ചെയ്യാം. സോ 4 weeks എന്ന് പറയുമ്പോൾ നമുക്കൊരു 8 hours വരും. 8 hours എന്ന് പറയുമ്പോൾ ഒരു 850 euro. ദാറ്റ് മീൻസ് ഒരു 70,000 rupees ഇന്ത്യൻ മണി വരും. അത് കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന വേജിന്റെ മിനിമം വേജിന് മണ്ടയിൽ കിട്ടുന്നില്ല. 12 euro, 14 euro, 15 euro ഒക്കെ അവറിൽ നമുക്ക് കിട്ടുന്ന ജോലീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ലാംഗ്വേജ് റിക്വയർമെന്റ് ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 15-15 euro പെർ അവർ കിട്ടുന്ന ജോലി ഉണ്ട്. സോ അത് കൂടുതൽ നമുക്കിവിടെ ഏൺ ചെയ്യാനും പറ്റും. ഞാൻ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. കാരണം എഡ്യൂക്കേഷൻ ജർമ്മനി കമ്പയർ ടു വിത്ത് ഇന്ത്യ ഫുൾ ഡിഫറെൻ്റ് ആണ്. ഒരിക്കലും ഇന്ത്യനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ക്ലാസ്സസ്, ലേണിംഗ് സ്റ്റൈൽ, എക്സാംസ്, അസൈൻമെന്റ്സ്, അറ്റൻഡൻസ് നമുക്കൊരിക്കലും അവിടെ വെച്ച് പഠിച്ച ഒരു സ്റ്റൈലേ അല്ല നമ്മൾ ഇവിടെ വരുമ്പോൾ. ക്ലാസ്സസ് ഡിഫറെൻ്റ് ആണ്, ലേണിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്, എക്സാംസ് ഉണ്ട്, അസൈൻമെന്റ്സ് ഉണ്ട്, അറ്റൻഡൻസ് ഉണ്ട്. ക്ലാസ് ഞാൻ വന്ന സമയത്ത്, ഇപ്പം കൊറോണ ഇഷ്യൂ കാരണം ഓൺലൈൻ ക്ലാസ് ആണ്. ഞാൻ വന്ന സമയത്ത് കൊറോണ ഇഷ്യൂസ് ഇല്ലായിരുന്നു. സോ ഐ അറ്റൻഡ് ഫോർ 6 or മിനിമം 1 year ഞാൻ ഫേസ് ടു ഫേസ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഫസ്റ്റ് ഓഫ് ഓൾ പറയാമല്ലോ, നമുക്കൊരു എന്താ പറയുക, ഒരു യൂണിഫോം, അതാണ് മെയിൻലി എല്ലാവരും നോക്കുന്നത്. യൂണിഫോം ഇല്ല. നമുക്ക് എന്താണ് നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ എന്താണോ നമുക്ക് ഇഷ്ടം ധരിക്കാൻ, അത് ട്രൗസേഴ്സ് ആവാം അല്ലെങ്കിൽ ഷോർട്സ് ആവാം, എന്താണോ അത് ഇട്ട് നമുക്ക് ക്ലാസ്സിൽ പോയിരിക്കാം. നമുക്ക് അങ്ങനൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല ക്ലാസ്സിൽ. പിന്നെ എപ്പോഴും പ്രൊഫസേഴ്സ് ഭയങ്കരമായിട്ടുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആയിരിക്കും നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി. സോ നമ്മൾ അതിൽ ഭയങ്കര ഒരു
അഡ്വാൻറ്റേജ് കാണുന്നത്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഭാഗ്യം കിട്ടിയവരാണെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം അത്രയും ഹയസ്റ്റ് ആയിട്ടുള്ള PhD പോലുള്ള ഒരുപാട് കിട്ടിയ ആൾക്കാരൊക്കെയാണ് നമുക്ക് പഠിപ്പിക്കാൻ വരുന്നത്. സോ അവരുടെ പഠിപ്പിന് ക്ലാസ്സിൽ തന്നെ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, മാനേജ്മെന്റ് ആയിട്ടുള്ള നമ്മൾ ക്ലാസ്സിൽ വെച്ച് തന്നെ നമ്മളെ ഓരോ കാര്യങ്ങൾ, കച്ചവടം, മാർക്കറ്റിംഗ് ആണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ഫീൽഡ് മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നാട്ടിൽ ക്ലാസ്സിൽ വെച്ച് തന്നെ ഒരു പ്രൊഡക്റ്റ് ഡിജിറ്റലൈസ് ആയിട്ട് ഞാൻ എങ്ങനെ മാർക്കറ്റ് ചെയ്യും, അത് ക്ലാസ്സിൽ വെച്ച് തന്നെ അവർ പഠിപ്പിക്കും. ഇപ്പം അറ്റ്ലീസ്റ്റ് എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണാണെങ്കിൽ പോലും ആ ഫോൺ എടുത്ത് മേശപ്പുറത്ത് വെച്ച് അതെങ്ങനെ നിനക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്ത്, അല്ലെങ്കിൽ അതെങ്ങനെ നിനക്ക് ഡിജിറ്റലൈസ്ഡ് ആയിട്ട് നിനക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നപ്പോൾ തന്നെ നമുക്കത് പഠിക്കാം. കാരണം നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴായിരിക്കും നമ്മൾ അത് മനസ്സിലിരിക്കുക. നമ്മളെപ്പോഴും തിയറി കാണാപ്പാടം പഠിച്ചാൽ ഒരിക്കലും നമുക്കത്, എൻ്റെ ഒരു ഇതാണ്, തിയറി കാണാപ്പാടം ഞാൻ പഠിച്ച് ജയിച്ചിട്ടില്ല. കാരണം പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്തെങ്കിലും പഠിച്ചു ഞാനത് അങ്ങനെ ചെയ്തതാണ്. സോ നമുക്കൊരു ഇത് കൂടെ ഉണ്ടാവും. ഒരിക്കലും ഇവിടെ പുസ്തകമില്ല, പുസ്തകം കാര്യങ്ങളൊന്നുമില്ല. എല്ലാം പഠിപ്പിക്കുന്നത് ഓൺലൈൻ, പ്രൊഫസർ വന്ന് പഠിപ്പിക്കും, അത് നമ്മൾ നോട്ട് ചെയ്യുക, അതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ അകത്തു നിന്നുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം PDF ആയിരിക്കും. PDF ഫയലുകൾ നമുക്ക് ഷെയർ ചെയ്യും, അതിൽ നമ്മൾ പഠിക്കുക. നമ്മൾ ഒരിക്കലും കാണാപ്പാഠം പഠിച്ചത് അല്ലെങ്കിൽ ആ PDF-ലുള്ള കാര്യങ്ങൾ എക്സാംസിൽ എഴുതേണ്ട കാര്യങ്ങളില്ല. നമ്മൾ എന്താണോ പഠിച്ചത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ മനസ്സിലായത് അതാണ് നമ്മൾ എക്സാംസിൽ എഴുതേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും കാണാപ്പാഠം പഠിച്ചെഴുതരുത്. നമ്മൾക്ക് എന്താണ് മനസ്സിലായത്, നമ്മുടെ തോട്ട്സ് എങ്ങനെയാണെന്നുള്ളത് അത് ഓൾറെഡി ഇപ്പം ആ പ്രൊഫസർ നമ്മുടെ ക്ലാസ്സിൽ വന്ന്, എൻ്റെ ക്ലാസ്സിൽ വന്ന് എന്നോട് സംസാരിച്ച്, അപ്പം എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഞാൻ എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് എഴുതുള്ളൂ എക്സാം. അപ്പം എൻ്റെ തോട്ട്സ് ആയിരിക്കില്ല എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന സ്റ്റുഡൻറ്റിന്. അപ്പം ആ ആൾ വേറെ രീതിയിൽ എഴുതും. പക്ഷെ ഇത് നോക്കുന്ന ആൾക്ക് അവർക്കെല്ലാം ഇതൊരു ഗോളത്തിനുള്ളിലായതുകൊണ്ട് അവരത് കറക്റ്റ് ചെയ്ത് നമ്മുടെ ഒരു തോട്ട്സ് അനുസരിച്ച് അത് പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ എക്സാംസ്. പിന്നെ അസൈൻമെന്റ്സ് ഉണ്ടാവും. അറ്റൻഡൻസ് ഈസ് വെരി മാൻഡേറ്ററി. അത് നമുക്കതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ സ്കോളർഷിപ്സ് ഉണ്ട്. നമ്മൾ ഒരു 85% മണ്ടൽ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ അതിന് വേറെ സ്കോളർഷിപ്പ് ഉണ്ട്. അത് അറ്റ് ദി എൻഡ് ഓഫ് നമ്മുടെ കോഴ്സസിന്റെ സമയത്താണ്. പിന്നെ എക്സാംസ് എഴുതാൻ ഒരു മിനിമം അറ്റൻഡൻസ് ഉണ്ട്. സോ അറ്റൻഡൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മാൻഡേറ്ററി ആണ്. നമുക്ക് ക്ലാസ്സുകൾ കട്ട് ചെയ്തിട്ട് ജോലിക്ക് പോകാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി എടുക്കരുത്. കാരണം ക്ലാസ്സസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. സോ അറ്റൻഡൻസും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആഫ്റ്റർ മാസ്റ്റേഴ്സ് റിക്വയർമെന്റ് ഓഫ് ഗെറ്റിംഗ് ജോബ്സ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മാസ്റ്റേഴ്സ് ഇൻ ജർമ്മനി. കോഴ്സ് റിക്വയർമെന്റ്സ്, ഇതൊരു മിനിമം റിക്വയർമെന്റ് ആണ്. നമ്മൾ ഇപ്പം നാട്ടിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് ഡയറക്റ്റ്ലി കയറി വരുന്ന ആൾക്കാരാണ്. സോ നമുക്കൊരു വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അതിനൊരു എക്സ്പീരിയൻസ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു, ജർമ്മൻ ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസ് ബോത്ത് റിട്ടൺ ആൻഡ് വെർബൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അപ്ലൈയിങ് ഫോർ എനി ജോബ്സ് ഇൻ ജർമ്മനി. നമ്മുടെ ഒരു ഫീൽഡ് ബിസിനസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീൽഡ് മാനേജ്മെന്റ് ആണ്. ഈ ഒരു ഫീൽഡിൽ ലാംഗ്വേജ് മസ്റ്റ് ആണ്. കാരണം ഒരു എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ വേറെ ഈ ഒരു സ്കിൽഡ് ഇത് കൂട്ടായിട്ടുള്ള നിൽക്കുന്നതിൽ വർക്കിലോ നമുക്ക് ജർമ്മൻ റിക്വയർമെന്റ് ഒരുപാട് ചോദിക്കുന്നില്ല. പിന്നെയും ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെന്റ് ഇല്ലാത്ത നമ്മുടെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ആണ്. ഫിനാൻസ്, അക്കൗണ്ട് മേഖലകളിൽ ലാംഗ്വേജ് റിക്വയർമെന്റ് കുറവാണ്. അപ്പോൾ അതാണ് ഒരു ആകെയുള്ള ഒരു ഫീൽഡ് ഫിനാൻസ് ആണ്. സാപ്പ് പോലുള്ള കോഴ്സസ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഒരുപാട് ഹയർ ചെയ്യുന്ന ഒരു കോഴ്സാണ് സാപ്പ്. അത് ഇവിടെയും ചെയ്യാം, നാട്ടിലും ചെയ്യാം. നാട്ടിലും ചെയ്യുന്ന വന്നവർക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. വർക്ക് എക്സ്പീരിയൻസ് ഇസ് എ പ്ലസ്. അത് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളിപ്പം ഡിഗ്രി കഴിഞ്ഞ് ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 2 ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് നോക്കുന്നതെങ്കിലും കുഴപ്പമില്ല. ആ ഒരു ഗ്യാപ്പ് കളയാണ്ട് നല്ലൊരു ജോലി മേടിക്കുക. സാലറി നോക്കരുത്. കാരണം സാലറി നോക്കി ഞാൻ ഇത്ര സാലറി കിട്ടിയാലേ ഞാൻ ഇന്ന ജോലി പണിയെടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത്ര സാലറി കൂടുന്ന ജോലി. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഏൺ ചെയ്യേണ്ടത്. ഒരിക്കലും എനിക്ക് വണ്ടി ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത്രയും പൈസ കിട്ടുള്ളൂ, പിന്നെ എന്തിനാണ് ഞാൻ ഈ പണിക്ക് പോണേ, അങ്ങനെ ചിന്തിക്കരുത്. കാരണം നമുക്ക് ഒരിക്കലും വണ്ടി ഓടിച്ചൊരിക്കലും ഒരു ഫ്യൂച്ചറിലേക്ക് ആകാൻ പറ്റില്ല. മീൻസ് എബ്രോഡ് പഠിക്കാൻ, ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, എബ്രോഡ് പഠിക്കാൻ. അപ്പോൾ നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് മാക്സിമം നോക്കേണ്ടത് നമുക്ക് ഫ്യൂച്ചറിലേക്ക്. ഇപ്പം പുറത്തേക്ക് പഠിക്കാൻ MBA എടുക്കാൻ ഒരു താല്പര്യമാണ്. അപ്പം എനിക്ക് പഠിക്കേണ്ടത് മാർക്കറ്റിംഗ് ആണ്. അപ്പം ഞാൻ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു
ജോലി അല്ലെങ്കിൽ അവർക്കൊരു ജോലി ഇവിടെ കിട്ടുകയാണെങ്കിൽ അതൊരു പ്ലസ് ആണ്, ഏറ്റവും വലിയ പ്ലസ് ആണ്. അവർ നമ്മൾക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം 2 years ഉള്ള എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്, മിനിമം. ഫ്രഷേഴ്സിനുള്ള വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലാണ്ട് നമുക്കൊരു ഈ എക്സ്പീരിയൻസ് ആണ് ഒരു പ്ലസ് ആണ്. പിന്നെ വേണ്ടത് ഓർഗനൈസേഷൻ ആൻഡ് ടൈം കീപ്പിംഗ് സ്കില്ല്. ടൈമിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൺ ടൈമിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അവർ ഏറ്റവും കൂടുതൽ യൂറോപ്യൻ കൺട്രീസിൽ യൂറോപ്യൻസ് ഏറ്റവും കൂടുതൽ നോക്കുന്നൊരു കാര്യമാണ് ടൈം കീപ്പിംഗ്. നമുക്ക് ഒരിക്കലും ഒരു കാര്യത്തിൽ ലാഗ് അടിച്ച് നിൽക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ചാടി 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 നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അതുപോലനുസരിച്ചുള്ള നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ടാവും. പിന്നെ മെയിൻലി നമുക്ക് വേണ്ട കുറച്ച് കമ്പ്യൂട്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, എക്സലന്റ് നോളജ് ഓഫ് MS ഓഫീസ് ആൻഡ് ഫാമിലിയർ വിത്ത് റെലവൻറ്റ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്, അതൊക്കെ നന്നായിട്ട് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ക്രിയേറ്റ് എ പ്രൊഫഷണൽ CV. യൂറോപ്യൻ CV ഉണ്ട്, അതിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു CV ക്രിയേറ്റ് ചെയ്യണം വിത്ത് കവർ ലെറ്റർ. നമ്മൾ ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഓരോ കവർ ലെറ്ററാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ റിക്വയർമെന്റ് അതിൻ്റെ അകത്ത് ഓൾറെഡി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഇത്ര റിക്വയർമെന്റ് ഉള്ള ആൾക്കാരെയാണ് ഞങ്ങൾ ഹയർ ചെയ്യുന്നത്. സോ നമ്മൾ ഓരോ കവർ ലെറ്റർ എഴുതുമ്പോഴും ആ റിക്വയർമെന്റ് ആ കവർ ലെറ്ററിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. നമ്മുടെ CV-യിലും ആ റിക്വയർമെന്റ് നമ്മൾ മെൻഷൻ ചെയ്യണം. നമ്മുടെ സ്കിൽസിൽ അവർക്ക് ഏതൊക്കെ സ്കില്ലാണ് ആവശ്യം, ആ സ്കില്ല് നമുക്കുണ്ടോ എന്ന് നോക്കിയിട്ട് അതും വേണം നമ്മുടെ CV-യിലും നമ്മുടെ കവർ ലെറ്ററിലും ആഡ് ചെയ്യും. അല്ലാണ്ട് നമ്മൾക്ക് ഇഷ്ടമല്ല, നമുക്ക് അറിയാവുന്ന സ്കിൽ മാത്രമേ നമ്മൾ അപ്ലൈ ഉള്ളെങ്കിൽ അത് വെച്ച് നമ്മൾ ഒരിക്കലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യരുത്. കാരണം എപ്പോഴും അവരുടെ സ്കിൽ നോക്കുക, ആ സ്കിൽ നമുക്ക് ഉണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾ CV-യിൽ ആഡ് ചെയ്യും. CV-യിൽ ആഡ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ് വിത്ത് കവർ ലെറ്റർ. ഓൾവേസ് അവർ കവർ ലെറ്ററും കൂടി ചോദിക്കുന്നത്. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ആ ജോലി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ കാരണം എന്നുള്ളത് എപ്പോഴും അവരുടെ ഒരു ചോദ്യമാണ്. നമ്മൾ വിത്തൗട്ട് കവർ ലെറ്റർ നമുക്ക് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യരുത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വിത്ത് കവർ ലെറ്ററോട് കൂടിയിട്ടുള്ള ജോലിക്കാണ് നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഏതൊരു കമ്പനിയിലും അപ്ലൈ ചെയ്താലും ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നാണെന്ന് ഒരു വേർതിരിവ് കാര്യങ്ങളൊന്നുമില്ല. അതായത് ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നാണ്, സോ എനിക്കിവിടെ പണിയെടുക്കാൻ പറ്റില്ല, അങ്ങനൊരു കാര്യമേ ഒന്നുമേ ഇല്ല. കാരണം ദ കമ്പനീസ് ഡോണ്ട് കെയർ അബൌട്ട് വിച്ച് കൺട്രി യു കം ഫ്രം. അതായത് നമുക്ക് ഒരു കഴിവുണ്ട്, നമുക്കത് ഇവിടെ തെളിയിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കിത് ഇവിടെ കാണിക്കാൻ പറ്റും. ഒരുപാട് മലയാളീസ് ഇപ്പോഴും ഇവിടുത്തെ ജർമ്മൻ കമ്പനീസിൽ ഹയർ പൊസിഷനിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് മലയാളീസ്. കാരണം മലയാളീസ് ലീഡ് ചെയ്യുന്ന കമ്പനികൾ വരെ ഉണ്ട് ഇവിടെ ജർമ്മനി. മലയാളികൾ ലീഡ് ചെയ്യുന്ന കമ്പനികൾ വരെ ഇപ്പോൾ ജർമ്മനിയിലുണ്ട്. കാരണം അവരുടെ കഴിവ് ആ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തതുകൊണ്ട് ആ കമ്പനി അവരെ ഹെഡായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം അവരാണ് കമ്പനി ലീഡ് ചെയ്യുന്നതും എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും ഒക്കെ അവരാണ്. സോ നമ്മൾ ഇന്ന കൺട്രിയിൽ നിന്നാണ് വന്നത് എന്നുള്ളൊരു വേർതിരിവ് അതിൻ്റെ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഗുഡ് റെമ്യൂണറേഷൻ പാക്കേജ്, അഫോർഡബിൾ വർക്കിംഗ് അവേഴ്സ്. നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് അവർ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഫുൾ ടൈം ജോലി എടുക്കുകയാണെങ്കിൽ നമുക്ക് 40 hour-ആണ് നമുക്കൊരു വീക്കിലുള്ളത്. ആ 40 hour മാത്രം നമ്മൾ വർക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ 41 hours ഒരിക്കലും നമുക്ക് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓരോ വർക്കിംഗ് പാറ്റേൺ അനുസരിച്ചിരിക്കും. കാരണം ഇപ്പം 40 മണിക്കൂർ പണിയെടുത്ത് തീരില്ലാത്തൊരു കാര്യങ്ങളുണ്ടാവും. സോ അവർ റിക്വസ്റ്റ് ചെയ്യും നമ്മളോട് ഇത്രയും കൂടുതൽ പണിയെടുക്കാൻ പറ്റുമോ എന്നാണ്. അല്ലാതെ പറ്റണം എന്ന് ഒരിക്കലും ഒരു കമ്പനിയും പറയില്ല, പറ്റുമോ എന്നാണ് ചോദിക്കുള്ളൂ. അപ്പം നമുക്കത് അഫോർഡബിൾ ആണ്, നമുക്ക് പണിയെടുക്കാൻ കുഴപ്പമില്ല, നമുക്ക് പൈസയുടെ ആവശ്യങ്ങളുണ്ട്, അപ്പം നമുക്ക് പണിയെടുക്കാൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ കുഴപ്പമില്ല, നോ പ്രോബ്ലം. പിന്നെ നല്ല റെമ്യൂണറേഷൻ ആണ്. നമുക്ക് മിനിമം റെമ്യൂണറേഷൻ ഒരു 3,700 euro അടുത്ത മിനിമം റെമ്യൂണറേഷൻ നമുക്കിവിടെ വേണം ഒരു ബ്ലൂ കാർഡിനൊക്കെ അപ്ലൈ ചെയ്യാൻ. സോ മിനിമം സാലറി എന്ന് പറഞ്ഞാൽ 2,000 euro ആണ്. അത് ഇതിൽ നിന്നും കയറി പോകണം. കാരണം നമുക്ക് 2,000 euro വെച്ച് ഒരിക്കലും നമുക്കൊരു ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദെൻ അടുത്തത് ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി. നമുക്ക് ഏതൊരു ജോലി കിട്ടിയാലും, ഇപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കോഴ്സാണ് കഴിഞ്ഞത്. കഴിഞ്ഞ് ജോലിക്ക് അപ്ലൈ ചെയ്തു. എനിക്ക് ആദ്യം കിട്ടിയത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയല്ല, ഒരു പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്നു. സ്റ്റാർട്ടപ്പ് കമ്പനി ഇൻവെന്ററി കൺട്രോളറായിട്ടാണ് ആദ്യത്തെ ഒരു ഇത് കൂടി കിട്ടിയത്. ആ പൊസിഷൻ ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പൊസിഷൻ മാത്രം ഉള്ള ജോലികളെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ജോലി മാത്രമേ കിട്ടിയാലാണ് ഞാൻ തുടങ്ങുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ 1.5 year പെട്ടെന്ന് തീരും. അത് കഴിഞ്ഞ് ഞാൻ ബാക്ക് ടു ഇന്ത്യ, അതാണ് മുമ്പിലുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മൾക്ക് ആദ്യം കിട്ടിയ ഓപ്പർച്യൂണിറ്റി നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആ ഒരു കമ്പനിയിലുണ്ട്. കാരണം
ഏതൊരു കമ്പനിയിലും ഉണ്ടാവും മാർക്കറ്റിംഗ്. നമ്മൾ ഒരു ഫീൽഡിൽ നമ്മൾ മാർക്കറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ പേരിൽ നമ്മൾ പഠിച്ചതിൻ്റെ ഇത് കൂടി വെച്ച് നമ്മളൊരു ചെറിയ പൊസിഷനിൽ നിന്നായിരിക്കും എപ്പോഴും വലിയ ഇതിലേക്ക് വരണം. കാരണം നമുക്ക് അവിടെ നിന്നൊരു എക്സ്പീരിയൻസ് കിട്ടും. നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ പഠിക്കും. ഒരു 6 months കഴിയുമ്പോൾ നമ്മൾ ഹയർ പൊസിഷനിലേക്ക് അവിടെ തന്നെ അപ്ലൈ ചെയ്യുക. നമ്മൾ നന്നായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറാണ്, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നമുക്ക് നല്ല ഡെഡിക്കേഷനൊക്കെ ഉണ്ട് ആ കാര്യങ്ങൾ ചെയ്യാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ടൈം ആ കാര്യങ്ങളൊക്കെ അവർ നോക്കും. നോക്കിയിട്ട് ഞാൻ അഫോർഡബിൾ ആണ്, നല്ലതാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പനിയിൽ തന്നെ ഹയർ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ഓൾവേസ് നമ്മൾ നല്ലത് മാത്രം കിട്ടിയാലേ കയറൂ എന്നുള്ളൊരു ചിന്താഗതി ഒരിക്കലും ചെയ്യരുത്. ഇപ്പം ഞാൻ കയറിയതിന് മിനിമം സാലറി ഉള്ളൂ. മിനിമം സാലറിയിലാണെങ്കിൽ പോലും ഞാൻ കയറിയാലാണ് എനിക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ ചോദിക്കാനോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിലും പറ്റുള്ളൂ. ദെൻ ഗോ ഫോർ ഗെറ്റ് EU ബ്ലൂ കാർഡ്. EU ബ്ലൂ കാർഡ് നമുക്ക് മിനിമം സാലറി എന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. 53,000 euro ആണ് നമുക്ക് ഒരു ഇയർലി വേണ്ടത് ഒരു ബ്ലൂ കാർഡ് അപ്ലൈ ചെയ്യാൻ. ദാറ്റ് മീൻസ് ഒരു 4,700 euro. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല നമ്മളെന്നല്ല, ഒരു മാനേജ്മെന്റ് ഫീൽഡിൽ അത്രയും ഒരു സാലറി കിട്ടണമെങ്കിൽ മിനിമം ഒരു 5 to 7 years എക്സ്പീരിയൻസ് എങ്കിലും നമുക്ക് മിനിമം വേണം. നമുക്ക് അത് പിന്നെ അത് ഒരു ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 43,000 euro ഇയർലി ഏൺ ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഇയർലി ഏൺ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഗെറ്റിംഗ് ദ കോൺട്രാക്ട് ഫ്രം ദ എംപ്ലോയർ ഫോർ 2 years, ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year കഴിയുമ്പോൾ നമുക്ക് ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യാം. ചില സാഹചര്യങ്ങളിൽ ഇവർ ഈ റിക്വയർമെന്റ് നോക്കാറുണ്ട്. 43,000 euro നമുക്ക് ഇയർലി ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇവർ നോക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഇവർ നമുക്ക് 1 year എക്സ്പീരിയൻസ് 1 year നമ്മൾ ഓൾറെഡി കോൺട്രാക്ട് ഉണ്ട്, ആ കോൺട്രാക്ട് കഴിഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരിക്കലും ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കോൺട്രാക്റ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എംപ്ലോയർ ആണ് നമ്മളെ ഹയർ ചെയ്യേണ്ടത് ബ്ലൂ കാർഡിന് വേണ്ടിയിട്ട്. നമ്മൾ എംപ്ലോയർ നമുക്ക് കോൺട്രാക്ട് തരും. നമ്മൾ ആ ഒരു കോൺട്രാക്റ്റിന്റെ ബേസിലാണ് നമ്മൾ ബ്ലൂ കാർഡ് അപ്ലൈ ചെയ്യുന്നു. ബ്ലൂ കാർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 28 days ആണ്, ഐ തിങ്ക് 28 days, 28 ദിവസത്തിനുള്ളിൽ നമുക്ക് ബ്ലൂ കാർഡ് കിട്ടും. പക്ഷേ ഈ റിക്വയർമെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു 43,000 euro നമുക്ക് ഇയറിൽ വേണം. സോ അത് നമ്മുടെ കോൺട്രാക്ട് 1 year കഴിഞ്ഞിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 43,000 euro എന്ന് പറഞ്ഞാൽ ഒരു 3,700 euro സംതിങ് ആണ് മന്ത്ലി നമുക്ക് ഏൺ ചെയ്യേണ്ടത്. മിനിമം സാലറി ഞാൻ ഓൾറെഡി പറഞ്ഞു 2,000 euro. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ ഒരു 1,000 euro എക്സ്ട്രാ നമ്മൾ 1,700 euro എക്സ്ട്രാ നമ്മൾ ഉള്ള ജോലികൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് റിക്വയർമെന്റ്സ് ആണ് ബ്ലൂ കാർഡിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മൾ ബ്ലൂ കാർഡാണ്. ബ്ലൂ കാർഡിൽ നിന്നാണ് നമ്മൾ PR ലേക്ക് പോകുന്നത്. ബ്ലൂ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 or 3 years കൂടെ കഴിഞ്ഞ് നമുക്ക് PR അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കൊരു പെർമനന്റ് റെസിഡൻസ് ഇവിടെയായി. പിന്നെ ഉള്ളൊരു ഓപ്ഷനാണ് സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ്. നാട്ടിൽ നിന്ന് നമുക്ക് കുറേ ആൾക്കാർക്ക് ബിസിനസ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ട്. നമുക്ക് കാരണം പഠിച്ച് ഒരു കർണാടകസ്ഥയിലിരുന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിസിനസ് ചെയ്യാനാണ്. ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ ബിസിനസ് ചെയ്യാൻ. കാരണം ഇവിടുത്തെ ഗവൺമെൻറ് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് കുറച്ച് റിക്വയർമെൻ്റ് ഉണ്ട്. കാരണം നമ്മൾ ഇവിടുത്തെ ഒരു ബ്ലൂ കാർഡ് ഹോൾഡർ ആയിരിക്കണം മിനിമം. ഒരു ബ്ലൂ കാർഡ് ഹോൾഡർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു PR മെമ്പർ ആയിരിക്കണം. ആണെങ്കിൽ നമുക്ക് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെൻറ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം മതി. എന്ത് ബിസിനസ്സുമാണ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഒരു 6 months കഴിഞ്ഞു നമ്മുടെ ബിസിനസ് ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യത്തിലും ഏൺ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ the government will take care of our business. ആ ബിസിനസ് ഗവൺമെൻറ് റൺ ചെയ്ത് അതൊരു പ്രോഫിറ്റിലേക്ക് ആക്കിയിട്ട് they will get back the business for us. അവർ നമുക്ക് ആ ബിസിനസ് തിരിച്ചു തരും. ഇതാണ് ഇവിടെ നമുക്ക്. പിന്നെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഇപ്പം ലാസ്റ്റ് കൊറോണ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നമ്മുടെ ബിസിനസ് ആണെങ്കിലും നമ്മൾ അടച്ചിട്ടാൽ പോലും അവർ നമുക്ക് ഗവൺമെൻറ് നമ്മുടെ റെമ്യൂണറേഷൻ തരും. ഒരു നല്ലൊരു ഗുഡ് റെമ്യൂണറേഷൻ നമുക്ക് അവർ തരും. സോ ഈ ബിസിനസ് തുടങ്ങുക എന്നുള്ളതിന് കുറച്ച് റിക്വയർമെൻറ്റ് അതിലുമുണ്ട്. നമ്മളിവിടെ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞിരിക്കണം. മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും
ഡിഗ്രീസ് നമ്മൾ കഴിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ അതിനോടുള്ള ഡെഡിക്കേഷൻ, അതിൻ്റെ നമ്മുടെ പ്ലാന്, അതിൻ്റെ കാര്യങ്ങൾ എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് നമ്മുടെ ബിസിനസ് തുടങ്ങുക. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്ന് പോയി ഒരു കാര്യങ്ങൾ ചെയ്ത് അവിടെ നിന്ന് കുറേ പേപ്പർ റെഡിയാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയല്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. മിനിമം 1 ഇയർ എടുക്കും നമ്മുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു 1 ഇയറോളം എടുക്കും അതിൻ്റെ പേപ്പർ വർക്കുകൾ മൊത്തം തീരാൻ. അപ്പോൾ അതാണ് മെയിൻലി ഒരു ഫൈനൽ ഒരു ഇത് കൂട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു കാര്യങ്ങൾ. പിന്നെ ലൈഫ് അറ്റ് ജർമ്മനി, കോസ്റ്റ് ഓഫ് ലിവിങ് മിനിമം ഒരു റെന്റ് എന്ന് പറയുന്നത് ഒരു 300 and 400 യൂറോയാണ് മിനിമം റെന്റ്. ഇപ്പം ഞാൻ ഇവിടെ താമസിക്കുന്നതും അതുപോലെ തന്നെയാണ്. ഒരു 300 to 400 യൂറോ ആണ് മിനിമം റെന്റ്. ഒരു എക്സ്പെൻസ് ഓൾമോസ്റ്റ് ഒരു 100 യൂറോ പെർ മന്ത്. പിന്നെ നമ്മൾ ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് നമ്മൾ 1 ഇയർ അല്ല അടയ്ക്കേണ്ടത്, നമ്മൾ ഓരോ മാസവും നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കണം. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണത്. അപ്പോൾ നമുക്ക് 1 രൂപ പോലും നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് വേണ്ടി 1 രൂപ പോലും നമ്മൾ കൊടുക്കണ്ട. കാരണം നമ്മുടെ ഈ കാർഡുണ്ട്, ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഡിസബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. സോ അതിവിടെ ഈ ഇൻഷുറൻസിൽ അത് കവറാവും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, എല്ലാം ഇവിടെ കവറാവും. കാരണം ഈ ഇൻഷുറൻസ് നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് നമ്മുടെ ഹെൽത്തിനായിട്ടുള്ള എന്ത് കാര്യങ്ങളും. കാരണം നമ്മൾ ഒരിക്കലും ഒരു വണ്ടിയും വിളിച്ചോ അല്ലെങ്കിൽ ഒരു കാർ വിളിച്ചോ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകണ്ട. നമുക്കൊരു വയ്യായ്മ വന്നു കഴിഞ്ഞാൽ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിൽ വിളിക്കുക. നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരും. നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് അത് സുഖം പ്രാപിക്കാവുന്ന ഒരു കാര്യമാണെങ്കിൽ വീട്ടിൽ തന്നെ അവർ ചെയ്ത് ചെക്കപ്പ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകും. സോ നമ്മൾ ഒരു കാലത്താലും നമ്മൾ വറീഡ് ആവണ്ട. അല്ലെങ്കിലും നമ്മൾ ഒരിക്കലും എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കാറും വിളിച്ച് നമുക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. അത് അവരിവിടെ വന്ന് തന്നെ അത് അതിൻ്റെ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് വേണം കൊണ്ടുപോകാൻ. പിന്നെ അക്കോമഡേഷൻ പറഞ്ഞു ഓൾറെഡി ഈ ഒരു റേഞ്ച് വരും. കൾച്ചർ നോ ഇഷ്യൂസ്, അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. നോ ലിമിറ്റ്സ്, ഒരു രീതിയിലുമുള്ള ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഫ്രീ ആണ്. എന്ന് വെച്ച് എന്തും കാട്ടിക്കൂട്ടാന്നുള്ള ഒരു ഇത് കൂട്ടല്ല, എല്ലാവരും ഫ്രീ ആണ്. അതനുസരിച്ചുള്ള പബ്സ്, അതിനുള്ള കാര്യങ്ങളൊക്കെ, ബാർ, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. എല്ലാം ഫ്രീ ആണ്. എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് പോയി ഒരിടത്തും ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എന്ത് കാര്യങ്ങളും എവിടെയും എന്തും പോയി ചെയ്യാം. പിന്നെ വീക്കെൻഡ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. അതാണ് 3 ദിവസം, ഫ്രം ഫ്രൈഡേ ടു ഈവനിങ് ടിൽ സൺഡേ ഈവനിങ് വരെ നമ്മൾ ഫ്രീ ആണ്. എവിടെയും എന്തും എല്ലാ പാർട്ടീസും ഉണ്ടാവും, എല്ലാ പരിപാടികളും എല്ലാവരും ഫ്രീ ആണ്. കാരണം ആ ഒരു ദിവസങ്ങളിൽ, ആ ഒരു സമയങ്ങളിൽ ഇവിടെ ഒരിടത്തും ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഫ്രീ ആണ്. എല്ലാവരും വീക്കെൻഡ് ആഘോഷിക്കും. അതുകൊണ്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റും. നോ പ്രോബ്ലം അറ്റ് ഓൾ. നമ്മൾ 5 ദിവസം പണിയെടുത്താൽ അല്ലെങ്കിൽ 6 ദിവസം പണിയെടുത്താൽ നമുക്ക് 2 ദിവസം ഫ്രീ ആണ്. 2 ദിവസം ഫ്രീ ആണ്. 1 ദിവസം നമ്മൾ ഫ്രീ ആണ്. പിന്നെ ക്ലൈമറ്റ് 6 മന്ത്സ് നമുക്ക് നല്ല ചൂടും 6 മന്ത്സ് നല്ല തണുപ്പുമായിരിക്കും. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ -2 ആ ഒരു രീതിയിലുള്ളൂ. കാനഡയുടെ അത്ര ഒന്നുമില്ല, വലിയ തണുപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ലൈഫ് സ്റ്റൈൽ ഓൾ ഇൻക്ലൂഡിങ് കൾച്ചർ ഓൾസോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഫുഡ് കാര്യങ്ങൾ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഒരിക്കലും ഇവിടെ കിട്ടില്ല. കാരണം നാട്ടിലെ ഒരു കപ്പയും മീൻകറിയും കഴിക്കുന്നത് ഒരിക്കലും ഇവിടെ കിട്ടില്ല. നമുക്ക് അത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും 2 years ഓളം ആയി. അപ്പം നമുക്ക് ആ ഒരു എന്താ ഇതുവരെ നാട്ടിൽ നിന്നുള്ള ഒരു ഫുഡ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒരിക്കലും അഫോർഡബിൾ അല്ല. കാരണം നമുക്ക് ആ ഒരു ഫുഡിലേക്ക് നമ്മൾ ഇവിടെ നോക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിത ചെലവ് വരും. കോസ്റ്റ് ഓഫ് ലിവിംഗ് നല്ലൊരു ജീവിത ചെലവ് വരും ഫുഡ് ഐറ്റംസിൽ. പക്ഷെ ഇവിടുത്തെ ഫുഡാണെങ്കിൽ ചീപ്പാണ്. ഫുഡ് ഐറ്റംസ് എല്ലാം മീറ്റാണ്, മെയിൻലി മീറ്റാണ് ഇവരെ ഏറ്റവും ഇഷ്ടം. മീറ്റ് അത് നമുക്ക് നിസ്സാര പൈസയേ ഉള്ളൂ മീറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതാണ് ഇതിനകത്തൊരു മെയിൻ ലൈഫ് സ്റ്റൈലും അതിൻ്റെ കൾച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഇത്രയാണ് ലൈഫ് അറ്റ് ജർമ്മനി. എനിക്ക് ഇത്രയാണ് അറിയത്തുള്ളൂ. ഇത്രയാണ് ഞാൻ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സോ എനി ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് സ്റ്റഡി ഇൻ അബ്രോഡ് ആൻഡ് ഇൻ ജർമ്മനി ചോദിക്കാം. ഹലോ, കേൾക്കാമോ? കേൾക്കാം. നമ്മൾ +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് എന്തൊക്കെ സാധ്യതകളാണ് അവിടെ ഉള്ളത്?
ഡിഗ്രി ചെയ്യാനൊക്കെ ഉള്ളത്? പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ വന്ന് ഡിഗ്രി ചെയ്യണം. പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് നാട്ടിൽ നിന്ന് കയറി പോരാം. അവർക്ക് ഞാൻ പറയുകയാണെങ്കിൽ മെയിൻലി പബ്ലിക് യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇവിടെ വന്ന് ഒരു ഡിഗ്രി ചെയ്യാൻ മിനിമം നമ്മുടെ കയ്യിൽ നല്ലൊരു എമൗണ്ട്, ഒരു 25 lakhs നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ചിലവാക്കേണ്ടി വരും. ആ സ്ഥാനത്ത് ആള് പക്ഷെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലാണ് നമുക്ക് ഇംഗ്ലീഷ് ചെയ്യാൻ പറ്റുള്ളൂ. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ റയറസ്റ്റ് ആണ് ഇംഗ്ലീഷ് ഉള്ളൂ പഠിക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ള ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും നമ്മൾ ഇത് പഠിക്കുന്നത്, മീൻസ് ഡിഗ്രി പഠിക്കേണ്ടത്. സോ പ്ലസ് ടു കഴിഞ്ഞവർക്ക് മാക്സിമം ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കുക. കാരണം എക്സ്പെൻസ് ഒരുപാടാണ് പ്രൈവറ്റ് പഠിക്കാൻ. പബ്ലിക് ആകുമ്പോൾ നിസ്സാര ചിലവേ ഉള്ളൂ. ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം, ഏജൻസി വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ആ ഒരു ടൈമിൽ, പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന ഒരു ടൈമിൽ ഇവിടെ പഠിക്കാൻ കയറുകയാണെങ്കിൽ ആളുടെ ലൈഫ് സെറ്റാണ്. അവനിവിടെ മിനിമം ഒരു 5 year അവനിവിടെ ഉണ്ടാവും. കാരണം അവൻ ഒരു 3 year അവൻ്റെ ഡിഗ്രി ഉണ്ടാവും, പിന്നെ ഒരു മാസ്റ്റേഴ്സ് ഉണ്ടാവും. സോ ഓൾറെഡി 5 year ആയി. നമ്മൾ ഇവിടുത്തെ ഒരു ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യാനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലേക്കാണെങ്കിൽ പോലും മിനിമം ഒരു 5 years അവർ നോക്കാറുണ്ട്. നമ്മൾ ഫീൽഡിൽ ഒരു 5 years നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കാറുണ്ട്. സോ അവൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് നല്ല ഒരു തീരുമാനമാണ് പ്ലസ് ടു കഴിഞ്ഞ് വരുന്നവർക്ക്. അപ്പം ഇംഗ്ലീഷ് ആണ്, ജർമ്മൻ ലാംഗ്വേജ് ടഫ് ആണെങ്കിൽ അപ്പം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കോളേജ്, പബ്ലിക് യൂണിവേഴ്സിറ്റികൾ നോക്കി തിരഞ്ഞെടുക്കുക. കാരണം ഞാൻ ആ പറഞ്ഞ ലിങ്കിലുണ്ട്, ആ ലിങ്കിൽ നോക്കിയാൽ നമുക്ക് കാണാം ഇംഗ്ലീഷ് ഉള്ള യൂണിവേഴ്സിറ്റീസിലുണ്ട്. അവിടെ അപ്ലൈ ചെയ്താൽ മതി, നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. Any questions further? ജർമ്മൻ ലാംഗ്വേജ് ഇവിടെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാമോ? ജർമ്മൻ ലാംഗ്വേജ് മെയിൻലി ജർമ്മനി അഫിലിയേറ്റഡ് ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉള്ളൂ. അത് ഗോയിത്തയാണ്. അത് ട്രിവാൻഡ്രം ആണെന്ന് എനിക്ക് തോന്നുന്നു എക്സാക്ട്ലി പ്ലേസ്. പിന്നെ നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെയാണ് പഠിച്ചത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഗോയിത്തി ആയിരിക്കും നല്ലത്, ഏറ്റവും നല്ലത്. കാരണം അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റും കിട്ടും. അത് ഇവിടെ ജർമ്മനി അപ്രൂവൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. Any questions further? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും, ലോൺ എടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുകയോ അതല്ലെങ്കിൽ നേരിട്ട് ചോദിക്കുകയോ ചെയ്തേ. എനിക്ക് കാണിക്കാം. അദ്വൈത്, ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അതെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. So I guess there is no doubts. So thank you for the wonderful webinar which has now come to an end. Hence I would like to invite Libin Joseph for providing the vote of thanks. Good afternoon to all. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സ്നേഹബഹുമാനപ്പെട്ട കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് HOD അമൽ മാത്യു സാർ, വിദേശ പഠന സാധ്യതകളെപ്പറ്റി ക്ലാസ് എടുത്ത് നൽകിയ മിസ്റ്റർ അഖിൽ സജി, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഡിഗ്രി PG പഠനത്തിന് ശേഷം വിദേശ പഠന സാധ്യതകളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഇന്ന് നമുക്കായി തൻ്റെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് നമ്മളോടൊപ്പമായിരുന്ന പ്രിയപ്പെട്ട അഖിൽ സജിക്ക് കൊമേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ഇന്നേ ദിവസം ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ HOD അമൽ സാറിനും കൊമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും
ഈ ക്ലാസ് ശ്രദ്ധാപൂർവം വീക്ഷിച്ച നിങ്ങൾ ഓരോരുത്തർക്കും കൊമേഴ്സ് അസോസിയേഷന്റെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.